Next topic is specific speed of a centrifugal pump. അതിൻ്റെ നൊട്ടേറ്റിംഗ് ലെറ്റർ ആൻഡ് സഫിക്സ് എസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ സ്പെസിഫിക് സ്പീഡ് ഓഫ് ടർബൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വേർ സ്പെസിഫിക് സ്പീഡ് ഓഫ് ടർബൈൻ ഈസ് n√p/h⁴. അതേപോലെ സ്പെസിഫിക് സ്പീഡ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പും ഉണ്ട്. അതിൻ്റെ ഡെറിവേഷൻ ഒന്ന് പറഞ്ഞു പോവാം, അതിൻ്റെ പ്രോബ്ലം ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് സ്പെസിഫിക് സ്പീഡ്, വാട്ട് ഈസ് സ്പെസിഫിക് സ്പീഡ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്പീഡ് ഓഫ് എ ജോമെട്രിക്കലി സിമിലർ പമ്പ് which would deliver 1 meter cube of liquid per second against a head of 1 meter. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പമ്പാണോ അതേപോലെ ഇരിക്കുന്ന വേറൊരു പമ്പ്, അതിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അത് ഡെലിവർ ചെയ്യുന്ന ഡിസ്ചാർജ് വോളിയം എന്ന് പറഞ്ഞാൽ 1 meter cube per second ആണ്, അതായത് 1 cumex ആണ്, under a head of against a head of 1 meter. When h equal to 1 meter, q will be 1 meter cube per second. ആ ജോമെട്രിക്കലി സിമിലറായ പമ്പിൻ്റെ ഹെഡ്, അവൈലബിൾ ഹെഡ് 1 meter ആണെങ്കിൽ ക്യൂ 1 meter ക്യൂബ് ആയിരിക്കും. ആ സ്പീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെസിഫിക് സ്പീഡ്. ആ പമ്പിൻ്റെ വിച്ച് എവർ പമ്പ് ഡെലിവേഴ്സ് 1 meter cube per second for under a head of 1 meter, അതിൻ്റെ സ്പീഡിനെയാണ് നമ്മൾ സ്പെസിഫിക് സ്പീഡ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്പെസിഫിക് സ്പീഡ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് നമുക്കിവിടെ വേണ്ടത്. എങ്കിലും അതിൻ്റെ ഡെറിവേഷൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഡെറിവേഷൻ ഞാനിവിടെ ഡിസ്ചാർജ്, അവിടെയാണെങ്കിൽ നമ്മൾ ടർബൈനിലാണെങ്കിൽ ഷാഫ്റ്റ് പവർ വെച്ചിട്ടായിരുന്നു തുടങ്ങിയിരുന്നത്. പക്ഷേ ഇവിടെ ഞാനിത് തുടങ്ങുന്നത് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ്. ഡിസ്ചാർജ് ത്രൂ എ സെൻട്രിഫ്യൂഗൽ പമ്പ്. സോ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ബേസിക് ഇക്വേഷൻ അറിയാം, ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ്. വേർ ഏരിയ ഈസ് πdB ഫോർ എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഇമ്പല്ലർ. അപ്പോൾ ഇമ്പല്ലറിൻ്റെ ഏരിയ πdB ആണ്. അപ്പം അത് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ പൈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? Q പ്രപ്പോർഷണൽ ടു dB/VF എന്ന് പറയും. D ഡയമീറ്റർ, B ബ്രെഡ്ത്ത്, വിഡ്ത്ത് ഓഫ് ദി ഇമ്പല്ലർ. അപ്പോൾ അത് രണ്ടും സെയിം ജോമെട്രിക്കൽ എലമെൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് D പ്രപ്പോർഷണൽ ടു B എടുക്കാം. അതുകൊണ്ട് നമുക്ക് ഫൈനലി ഇവിടെ വരുന്ന ഇക്വേഷൻ Q പ്രപ്പോർഷണൽ ടു D²VF. ഇനി നോക്കുക, നിങ്ങൾക്ക് കിട്ടേണ്ട സ്പെസിഫിക് സ്പീഡിൽ യു ഹാവ് ടു ഗെറ്റ് എൻ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ സ്പീഡ് n അല്ലേ. പിന്നെ ഡിസ്ചാർജ്, ഓൾറെഡി ഡിസ്ചാർജ് ഇവിടെ ഉണ്ട് 1 meter cube അണ്ടർ ഹെഡ് ഓഫ് 1 meter. കിട്ടുന്ന ഇക്വേഷനിൽ നിങ്ങൾക്ക് ഇനി സ്പീഡും വരണം, ഹെഡും വരണം. അപ്പോൾ ഇത് രണ്ടും വരണമെങ്കിൽ നമുക്ക് ഈ ഡെവലപ്പ് ചെയ്തൊരു ഇക്വേഷനിൽ D²ഉം VFഉം മാറിയിട്ട് എന്ത് ചെയ്യണം? ആ ടേംസിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് D² ആദ്യം മാറ്റാൻ നോക്കാം. D പറയുമ്പോൾ ഡയമീറ്റർ ഓഫ് ദി ഇമ്പല്ലർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം U = πdN/60 ആണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആദ്യത്തെ ഡെറിവേഷനിലേക്ക് പോകാം. U പ്രപ്പോർഷണൽ ടു DN. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 2. U കാരണം പൈയും 60യും കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. സോ U വിൽ ബി പ്രപ്പോർഷണൽ ടു D ആൻഡ് N. ഇനി U വെലോസിറ്റി, ടാൻജൻഷ്യൽ വെലോസിറ്റിയും V അബ്സല്യൂട്ട് വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ഫ്ലോ, ഇതെല്ലാം വെലോസിറ്റി ടേംസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? U പ്രപ്പോർഷണൽ ടു VF എന്ന് എഴുതാം. ഓക്കെ, സോ U പ്രപ്പോർഷണൽ ടു VF ആൻഡ് U പ്രപ്പോർഷണൽ ടു DN. ഇനി മാനോമെട്രിക് എഫിഷ്യൻസിയാണ് സെൻട്രിഫ്യൂഗലിൻ്റെ മെയിൻ ഇക്വേഷൻ. അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? എച്ചിൻ്റെ ടേംസിലൊരു ഇക്വേഷൻ കിട്ടും. സോ HM ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടും കിട്ടാം. അല്ലെങ്കിൽ നമുക്ക് എഗെയിൻ ഈ മാനോമെട്രിക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഞാനൊന്ന് റീറൈറ്റ് ചെയ്യുകയാണ്. മാനോമെട്രിക് എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു GHM ബൈ VW/U2. അഗെയിൻ V ഈസ് എ വെലോസിറ്റി, U ആൾസോ വെലോസിറ്റി. രണ്ടും വെലോസിറ്റി ടേംസ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? U² എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി സോ U² ഈസ് ഈക്വൽ ടു GHM ബൈ മാനോമെട്രിക് എഫിഷ്യൻസി. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ജിയും കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം, മാനോമെട്രിക് എഫിഷ്യൻസിയും കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. സോ U² ഈസ് പ്രൊപ്പോർഷണൽ ടു HM ഓർ U പ്രൊപ്പോർഷണൽ ടു √HM. അപ്പോൾ U പ്രൊപ്പോർഷണൽ ടു VF ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് U പ്രൊപ്പോർഷണൽ ടു VF പ്രൊപ്പോർഷണൽ ടു √HM. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മാനോമെട്രിക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ അതിൽ ജിയും HM അവിടെ വെച്ച് VW/U2 പകരം നമ്മൾ U² എന്ന് കൊടുത്തിരിക്കുന്നു. ഇതും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ജിയും മാനോമെട്രിക് എഫിഷ്യൻസിയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് HM ഈസ് പ്രൊപ്പോർഷണൽ ടു U² or U proportional to √HM. So VF is also proportional to √HM. അപ്പം VFും പ്രൊപ്പോർഷണൽ ടു √HM ആയി, U പ്രൊപ്പോർഷണൽ ടു DN ആയി അല്ലേ. അപ്പോൾ ഇനി നമുക്കിത് ഇതിൻ്റെ അകത്തേക്കൊന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ Q
പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ വി എഫ് ആണ്. അപ്പോൾ വി എഫ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് എച്ച് എം ആയി അല്ലേ. സോ ക്യൂ പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ റൂട്ട് എച്ച് എം. ഓക്കെ, ഇനി ഡി സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം? യു പ്രൊപ്പോർഷണൽ ടു ഡി എൻ ആണ്. അതുകൊണ്ട് ഡി പ്രൊപ്പോർഷണൽ ടു യു ബൈ എൻ ആണ്. യു പ്രൊപ്പോർഷണൽ ടു റൂട്ട് എച്ച് എം ആയതുകൊണ്ട് എന്ത് കൊടുക്കാം? റൂട്ട് എച്ച് എം ബൈ എൻ. അപ്പോൾ ഇവിടെ റൂട്ട് എച്ച് എൻ ബൈ എം കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? ക്യൂ പ്രൊപ്പോർഷണൽ ടു റൂട്ട് എച്ച് എം ബൈ എൻ ഇൻറ്റു അല്ല റൂട്ട് എച്ച് എം ബൈ എൻ ഹോൾ സ്ക്വയർ, ഡി സ്ക്വയർ ആണല്ലോ, ഇൻറ്റു റൂട്ട് എച്ച് എം. ഓക്കെ, റൈറ്റ് എച്ച് എം ബൈ എൻ സ്ക്വയർ into root hm, or I can write 2 proportional to hm raised to 3 by 2 by n square. ഇനി നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റണം. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റണമെങ്കിൽ ഇവിടെ നമുക്ക് സ്പെസിഫിക് വേർഡിൻ്റെ ഡെഫിനിഷൻസിലുള്ള മെറ്റീരിയൽസ് കൊടുക്കാം. സോ വെൻ ക്യൂ ഈസ് ഈക്വൽ ടു 1, hm ഈക്വൽ ടു 1, then that speed is known as specific speed. n എന്തായി മാറും? ns ആയി മാറും. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കിക്കോ, നിങ്ങൾക്ക് ഇവിടെ q പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ എഫ്, ഓക്കെ, അത് ഫൈനലി ഇങ്ങനെ കിട്ടി. q പ്രൊപ്പോർഷണൽ ടു എച്ച് എം ഇൻറ്റു എൻ സ്ക്വയർ ഇൻറ്റു റൂട്ട് എച്ച് എം. ഇനി ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? q ഈക്വൽ ടു കെ ഇൻറ്റു എച്ച് എം ബൈ എൻ സ്ക്വയർ ഇൻറ്റു റൂട്ട് എച്ച് എം കൊടുത്തു, ഓർ കെ എച്ച് എം റേസ് ടു 3 by 2 by n സ്ക്വയർ. ഇനി ഈ കെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി, ഈ കോൺസ്റ്റൻറ്റ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പെസിഫിക് സ്പീഡ് കണ്ടീഷൻ കൊടുക്കുകയാണ്. ക്യൂ ഈക്വൽ ടു 1, എച്ച് എം ഈക്വൽ ടു 1, ദെൻ ദാറ്റ് സ്പീഡ് ഈസ് നോൺ ആസ് സ്പെസിഫിക് സ്പീഡ്. അപ്പോൾ അത് രണ്ട് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ക്യൂ 1 ആയി എച്ച് എം 1 ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി കെ വിൽ ബി ഈക്വൽ ടു എൻ എസ് സ്ക്വയർ ആയിട്ട് വരും. ഓക്കെ, 1 ഈക്വൽ ടു കെ ഇൻറ്റു 1 ബൈ എൻ എസ് സ്ക്വയർ എന്ന് വരും. സോ കെ ഈക്വൽ ടു എൻ എസ് സ്ക്വയർ. അപ്പോൾ കേക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കൊടുത്തുകൂടെ? ഇവിടെ കേക്ക് പകരം എന്ത് കൊടുക്കാം? എൻ എസ് സ്ക്വയർ കൊടുക്കാം. സോ ക്യൂ ഈക്വൽ ടു എൻ എസ് സ്ക്വയർ എച്ച് എം റേസ് ടു 3 by 2 ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. ദെർഫോർ സ്പെസിഫിക് സ്പീഡ് എൻ എസ് ഈക്വൽ ടു എൻ റൂട്ട് ക്യൂ ഡിവൈഡഡ് ബൈ എച്ച് എം റേസ് ടു 3 by 4. അപ്പോൾ ഓർക്കുക, ടർബൈനിലാണെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് സ്പീഡ് എൻ റൂട്ട് പി ഡിവൈഡഡ് ബൈ എച്ച് റേസ് ടു 5 by 4 ആണ്. ഓക്കെ, ഇവിടെ എൻ റൂട്ട് ക്യൂ ആണ്, ഡിവൈഡഡ് ബൈ എച്ച് എം റേസ് ടു 3 by 4 ആണ്. ഈ രണ്ട് ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ആയിരിക്കും എപ്പോഴും വരിക. സോ സ്പെസിഫിക് സ്പീഡ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് എൻ എസ് ഈക്വൽ ടു എൻ റൂട്ട് ക്യൂ ഡിവൈഡഡ് ബൈ എച്ച് എം റേസ് ടു 3 by 4. അപ്പോൾ ഷുവറായിട്ടും ഈ ഇക്വേഷൻ എന്തായാലും രണ്ടിൻ്റെയും, ടർബൈൻ്റെയും പമ്പിൻ്റെയും ഇക്വേഷൻ എന്തായാലും ബൈ ഹാർട്ടായിട്ട് മനസ്സിലുണ്ടായിരിക്കണം.